ആദ്യമായി അഭിനന്ദനങ്ങൾ മുസാ വിജയ്. താങ്ക് യു. ഈ ജയം പ്രതീക്ഷിച്ചിരുന്നു? പ്രതീക്ഷിച്ചിരുന്നതാണ്. എങ്കിലും ഇത്രത്തോളം ഭൂരിപക്ഷം കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ KK-പുരത്ത് വോട്ടർമാർ എന്നിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിച്ചു എന്നതിൻ്റെതാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. UDF പ്രവർത്തകരെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. അങ്ങനെയാണ് KK-പുരം വാർഡിനെ സംബന്ധിച്ചിടത്തോളം UDF പ്രവർത്തകർ ഒറ്റക്കെട്ടായി തന്നെ പ്രവർത്തിച്ചു. അതിൻ്റെ വിജയം കൂടിയാണ്. വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? വോട്ടർമാർ ഈ നാട്ടിൻ്റെ സമഗ്രമായ വികസനം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരുപാട് ഈ മൊഗ്രാലിനും സമീപ പ്രദേശങ്ങളിലുമായിട്ടുള്ള 9 പേരെ ത്രിതല പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുത്തയച്ചിരിക്കുന്നത്. അപ്പോൾ ആ വിശ്വാസം പരമാവധി പ്രയോജനപ്പെടുത്താനും വാഗ്ദാനം നിറവേറ്റാനും ശ്രമിക്കും. എനിക്ക് വോട്ട് ചെയ്ത നല്ലവരായ പ്രത്യേകിച്ച് UDF പ്രവർത്തകരും അതുപോലെ തന്നെ നിഷ്പക്ഷമതികളും എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും നന്ദി പറയുന്നു. ഒപ്പം പ്രവാസികൾ ഒരുപാട് എനിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഫോണിലൂടെയും മറ്റും വിവിധ വീടുകളിലേക്കും സുഹൃത്തുക്കളിലേക്കും മറ്റും സഹായിച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ മിസ്റ്റർ മൂസ, എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു. ആദ്യമായി ഞങ്ങളുടെ കുംബ്ല ഡിവിഷനിൽ വിജയിച്ച താങ്കളെ ഞങ്ങൾ ആർദ്രമായി അഭിനന്ദിക്കുകയാണ്. ഈ വിജയം താങ്കൾ പ്രതീക്ഷിച്ചിരുന്നു? ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ അവർ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചിട്ടുണ്ട്. I had expected, but I have got lots of votes from my peoples because their affection and love towards me. I have got lots of votes from them. UDF-ന് ജില്ലാ പഞ്ചായത്ത് ലഭിക്കാത്തതിൽ താങ്കൾക്ക് നിരാശയുണ്ട്? I'm actually disappointed a bit just because we doesn't know from where we have got mistake or something. That after the results I have not met my leaders, and after meeting my leaders I will come to know what is the reason for losing the seats over there. താങ്കൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി വരുന്നത്. കഴിഞ്ഞ നടന്ന പ്രവർത്തനങ്ങളിൽ താങ്കളുടെ ഹസ്ബൻഡ് മിസ്റ്റർ സക്കീർ അഹമ്മദ് താങ്കളുടെ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? No, he has not. He has given me the full right in making the improvements in my division, and I heartily have done, and I am very happy in that case that I have done everything for 5 years. I have done my best, and the peoples one by one they are very fully satisfied with my work what I have done last 5 years. അസ്സലാമു അലൈക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രസ് കോൺഫറൻസിൽ ഞങ്ങളോട് പല കാര്യങ്ങളും താങ്കളോട് ചോദിക്കുകയുണ്ടായി. വളരെ ജെന്യൂൻ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഞങ്ങൾ ചോദിച്ചത്. ഒരിക്കലും താങ്കളെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിക്കണമെന്ന രീതിയിലായിരുന്നില്ല ചോദ്യങ്ങളൊക്കെ. അത് താങ്കളെ ഞങ്ങൾ കരുതിക്കൂട്ടി താങ്കളോട് ക്രോസ് ക്വസ്റ്റ്യനൊക്കെ ചോദിച്ച് താങ്കളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി താങ്കളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു എന്നൊരു ആരോപണം ഒക്കെ എഴുതിക്കണ്ടു. അത് അങ്ങനെ ഒരിക്കലും അങ്ങനെ വിചാരിച്ചായിരുന്നില്ല താങ്കൾ ചോദിച്ചത്. എന്താണ് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളിലൊന്നും എന്നെ വേദനിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരു അഭിപ്രായമില്ല. എനിക്ക് സാധാരണ ഈ പ്രസ് കോൺഫറൻസിൽ ഞാൻ വിചാരിച്ച ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. അതിനെപ്പറ്റി എനിക്ക് ഒരു പരാതിയില്ല. ഞാൻ സന്തോഷവാനാണ്. എൻ്റെ പാർട്ടിക്കും പരാതിയില്ല. ഒരുപാട് വാർഡിൻ്റെ വിജയത്തെ പറ്റി ഞാനും ഞങ്ങളെല്ലാവരും പാർട്ടിക്കാരും അവിടുത്തെ പ്രവർത്തകരും എല്ലാവരും സന്തോഷവാന്മാരാണ്. അതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇനി അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി നന്നായി പ്രവർത്തിക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാർക്കും ഞാൻ എൻ്റെ വകയിലും എൻ്റെ പാർട്ടിയുടെ വകയിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഭാര്യയുടെ വിജയത്തിൽ സന്തോഷവാനാണ്? തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ഈ വാർഡിന് വേണ്ടി എന്തൊക്കെ വികസനങ്ങളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെ പരിപാടികളാണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും സ്കൂളിലേക്ക് പോകണം. ഇന്ന് ശനിയാഴ്ചയാണ്. കുട്ടികൾ പഠിപ്പിക്കണം. ഇന്ന് സ്പെഷ്യൽ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം PSC പരീക്ഷയുണ്ട്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തണം. പിന്നെ ഉച്ചയ്ക്ക് വരണം, ചോറ് കഴിക്കണം. അതെ, അതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഇലക്ഷന്റെ പരിപാടി ഒന്നും നിങ്ങളുടെ വായിന്ന് വരില്ല. സ്കൂളിന്റെ വികസനമാണ് എൻ്റെ മർമ്മപ്രധാനമായ സ്കൂൾ ഇലക്ഷന് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ.
അത് മാത്രമേ മനസ്സിലുള്ളൂ. ഓക്കെ. തീർച്ചയായിട്ടും പ്രവാസികളുടെ എല്ലാ സഹായ സഹകരണങ്ങളും അതിനുവേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കുംബ്ല പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ജനാബ് BP അബ്ദുൽ ഖാദർ സാഹിബിൻ്റെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അസ്സലാമു അലൈക്കും ജനാബ് BP സാഹിബ്. BP സാഹിബ്, കുംബ്ല പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് ഒരു ശക്തമായി തന്നെ തിരിച്ചു വരവ് നടത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് താങ്കളുടെ പാർട്ടിക്ക് ഇത്രയും വലിയൊരു വിജയം നേടാനായത്? 4 വർഷക്കാലം LDFന്റെ സാധാരണക്കാരെ ദ്രോഹിക്കുന്ന നയം ഇവിടുത്തെ ജനങ്ങൾ വെറുത്തുകൊണ്ടിരുന്നു. എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും മുസ്ലിം ലീഗിനും UDFനും അനുകൂലമായ ഒരു തരംഗം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത് സംസ്ഥാന ഭരണത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്തായി മാത്രമേ താങ്കൾ കാണുന്നുള്ളൂ, അല്ലാതെ കുംബ്ല പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണ നേട്ടമായി താങ്കൾ കാണുന്നു? തീർച്ചയായും കുംബ്ല പഞ്ചായത്തിന്റെ വികസനപരമായ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമായിട്ട് കൂടിയാണ് ഈ വിജയം വിലയിരുത്തേണ്ടത്. ഇവിടെ ഈ കഴിഞ്ഞ 5 വർഷക്കാലം വികസനപരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. അമീദിന്റെ ഭൂരിപക്ഷം 150ഓളം അമീദിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എങ്കിലും ആ ഭൂരിപക്ഷം മുസ്ലിം ലീഗിന്റെ ശക്തമായ വാർഡിൽ അത് കുറഞ്ഞില്ലേ? ബദ്രിയാനഗർ വാർഡിനെ സംബന്ധിച്ചിടത്തോളം 800 വോട്ട് മാത്രമാണുള്ളത്. അതിൽ 599 വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി. ആ വോട്ടറിന്റെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷം കുറഞ്ഞ എന്നല്ലാതെ മറ്റുള്ള വാർഡിൽ അപേക്ഷിച്ച് ഭൂരിപക്ഷം കുറഞ്ഞിട്ടില്ല. കാരണം ഇടതുപക്ഷത്തിന് കുറച്ച് പേരുള്ള വാർഡായി മുമ്പ് തന്നെ ബദ്രിയാനഗർ എന്ന് പറയുന്നത് കഴിഞ്ഞ കാലഘട്ടം മനസ്സിലാക്കുകയാണെങ്കിൽ കഴിഞ്ഞ മുൻകാലങ്ങളിൽ 2 തെരഞ്ഞെടുപ്പിലും 2-3 തെരഞ്ഞെടുപ്പുകളിലും ഭൂരിപക്ഷം ഇതിനേക്കാൾ കൂടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് കുംബ്ല പഞ്ചായത്ത് പ്രസിഡന്റ് ആരായിരിക്കും എന്നാണ്. ഉത്തരദേശത്തിലൊക്കെ കണ്ടത് പ്രകാരം ഫാത്തിമയുടെയും റംലയുടെയും പേരുകളാണ് അവിടെ കണ്ടത്. എങ്കിലും കുംബ്ല പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കൾ ആർക്കാണ് സാധ്യത കാണുന്നത്? മുസ്ലിം ലീഗിന്റെ വിജയിച്ച വനിതകളെ സംബന്ധിച്ചിടത്തോളം 5 വനിതകളും പ്രസിഡന്റ് ആവാൻ അർഹതപ്പെട്ടവരാണ്. എങ്കിലും മുസ്ലിം ലീഗിന്റെ പഞ്ചായത്തുകളിൽ ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിച്ച അനുഭവമുള്ള 2 സ്ഥാനാർത്ഥികളുണ്ട്, ഫാത്തിമ അബ്ദുൽ ഹബീബും റംലയും. അത് പാർലമെന്റ് ബോർഡ് യോഗം ചേർന്ന ശേഷം ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിക്കുന്നു. പെരുവാട് വാർഡിൽ മുസ്ലിം ലീഗ് മത്സരിക്കുകയാണെങ്കിൽ ജയസാധ്യത വളരെ കുറവാണ് എന്നതുകൊണ്ട് ആ സീറ്റ് ഘടകകക്ഷിയായ ജനതാദൾ സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് താങ്കൾ വിട്ടുകൊടുക്കുകയായിരുന്നു എന്നൊരു ശ്രുതി പരക്കെ കേൾക്കുന്നുണ്ട്. അതിൽ പെരുവാട് വാർഡിലെ മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് താങ്കളോട് ശക്തമായ അമർഷവുമുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടിരുന്നത്. ഇത് എത്രത്തോളം ശരിയാണ്? 100% തെറ്റാണ്. കാരണം തീർത്തും UDFന് അനുകൂലമായ ഒരു വാർഡ് ആയിരുന്നു പെരുവാട് വാർഡ്. തീർച്ചയായും മുസ്ലിം ലീഗ് വിജയിക്കുന്നുള്ള കാര്യം യാതൊരു സംശയവും പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടായിട്ടില്ല. SJDയുമായുള്ള ചർച്ചയിൽ ജില്ലാ കമ്മിറ്റി ഏതെങ്കിലും ഒരു സീറ്റ് SJDക്ക് നൽകണം എന്നുള്ള കാര്യം ഉണർത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റി പുതുതായി രൂപീകരിച്ച പെരുവാട് വാർഡ് SJDക്ക് നൽകുകയുമാണ് ചെയ്തത്. ഇത്രയും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നതുകൊണ്ട് കുംബ്ല പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി വിടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പൊതുവിൽ സംസാരിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ പിരിച്ചുവിട്ട് ഒരു അഡ്വക്കേറ്റ് കമ്മിറ്റി നിലവിൽ വരുമെന്നൊക്കെ ഒരു വാർത്ത പരക്കുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? അത് തീർത്തും അടിസ്ഥാനമായ ഒരു വാർത്തയാണ്. ഇപ്പോൾ നിലനിൽക്കുന്ന ഈ UDF അനുകൂല തരംഗം അടുത്ത വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ വീണ്ടും ആവർത്തിക്കാൻ താങ്കളുടെ പാർട്ടിക്ക് തീർച്ചയായും കഴിയും. വളരെയധികം തിരക്ക് പിടിച്ച ഈ സമയത്ത് ഞങ്ങളോട് ഇത്രയും സഹകരിച്ച BP അബ്ദുൽ ഖാദർ സാഹിബിന് നന്ദി. താങ്ക് യു. ഇന്നത്തെ മുഗൾ ടീമിന്റെ ഈ നിലവാര തകർച്ചയ്ക്ക് എന്താണ് കാരണം? അങ്ങനെ ഇപ്പോൾ നിലവാര തകർച്ച കഴിഞ്ഞിട്ട് പിന്നെ നല്ല പ്ലേയേഴ്സ് അല്ലേ എല്ലാം. അല്ല, മുഗ്ര പുത്തൂരിനോട് ചരിത്രത്തിൽ നമ്മൾ തോൽവി വളരെ അപൂർവമായിട്ട് സംഭവിച്ചിട്ടുള്ളൂ. ഈ അടുത്ത കാലത്തായിട്ട് പുത്തൂരിനോട് നമ്മൾ എൻ്റെ ഓർമ്മയിൽ ലാസ്റ്റ് കളിച്ചത് 2003
2003 നമ്മൾ 5 അടിച്ചിട്ട് 5 ഗോളിന് നമ്മൾ ജയിച്ചിട്ട്. അത് ലീഗ് ഇവിടെ മൊഗ്രാലിൽ. ആ മൊഗ്രാലിൽ പുത്തൂരിനോട് തോക്കുന്നതെന്നല്ല, സാധാരണ നമ്മളെ മൊഗ്രാലിലെ ഏത് ഹിസ്റ്ററി എടുത്ത് നോക്കിയെങ്കിലും പിന്നെ മൊഗ്രാൽ ഗ്രൗണ്ടിൽ ഒരു 85 ഇങ്ങോട്ട് തന്നെ മൊഗ്രാൽ ഗ്രൗണ്ടിൽ ഏത് ടീം വന്നെങ്കിലും നമ്മളെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല. എസ്പെഷ്യലി ആ ഗ്രൗണ്ടിൻ്റെ ഒരു പവർ ഇല്ലെങ്കിൽ ആ ഗ്രൗണ്ട് നമുക്ക് അത്ര ഒരു ഇത് ഏത് ടീമും നമ്മളോട് തോറ്റു വന്നാട്ടെ. മാത്രം മിന്നാന്ന് അതെല്ലാം ഒരു ഒറ്റപ്പെട്ട ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന ഒരു സംഭവം. അപ്പം മിന്നാന്ന് തോറ്റത് ഹാർഡ്ലി ഒരു ഗോൾ. ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ ഒരു മാച്ചിൽ ലാസ്റ്റ് മിനിറ്റ് ഗോൾ അടിച്ചെങ്കിൽ പിന്നെ അത് റിട്ടേൺ അടിക്കുന്നെങ്കിൽ അത് കുറച്ച് പണിയുണ്ട്. എന്ന് വെച്ചാൽ മോരമിഞ്ഞാന്ന് കളിക്കാതെ തോറ്റൊന്നുമല്ല, കളിച്ചിട്ട് നല്ല കളി കളിച്ച് ലാസ്റ്റ് ഒരു ഗോൾ അടിച്ചു. അത് പിന്നെ റഫറി സമ്മതിച്ചു തന്നില്ല. പിന്നെ അത് തോറ്റ് നേടിയിട്ട് അതിലർത്ഥമില്ല. അത് ഒരു ഇത്. പിന്നെ മുമ്പ് നമുക്ക് എങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ ഏത് മാച്ച് തുടങ്ങിയെങ്കിലും എഗെയിൻസ്റ്റ് ടീം എത്ര വലിയ ടീമായെങ്കിലും 5 മിനിറ്റിൽ ആരെങ്കിലും ഒരാൾ നമ്മൾ ആദ്യം ഒരു ഗോൾ അടിച്ചിട്ടുണ്ടാകും. പിന്നെ അവർ തിരിച്ചടിക്കുകയോ നമ്മൾ ജയിക്കുകയോ തോക്കുകയോ ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. അല്ലെങ്കിൽ അത് ഇപ്പോൾ ബഡ്സ് ആയെങ്കിലും കാലിക്കറ്റ് KTC ആയെങ്കിലും കൊച്ചിയിലായെങ്കിലും ഗോവ കോയമ്പത്തൂർ ഏത് ടീമിൻ്റെ എതിരായെങ്കിലും ഫസ്റ്റ് നമ്മൾ അടിക്കുന്നത്. പിന്നെ അതിൽ നമ്മൾ ജയിച്ചതുകൊണ്ട് അൺഎക്സ്പെക്റ്റഡ് തോറ്റതുകൊണ്ട്. വാസ്തവന്റെ ക്യാപ്റ്റൻഷിപ്പിൽ തന്നെ എത്ര 92 2003 വരെ. അപ്പോൾ ആരിഫ് എന്നല്ലേ സെക്രട്ടറി ഇല്ലേ, ഒരു 6 കൊല്ലം. നിങ്ങൾക്ക് തന്നെ അറിയില്ലേ, ആ റിപ്പോർട്ട് തന്നെ വായിച്ചെങ്കിൽ അറിയാം. 150 ട്രോഫീസ്, എല്ലാം മേജർ ടൂർണമെന്റിലെ ട്രോഫീസ്. മിത്രൻ 3 കൊല്ലം കണ്ടിന്യൂസ്, മേൽപ്പറമ്പ് റണ്ണേഴ്സ്, ഉപ്പളയിൽ 3 കൊല്ലം കണ്ടിന്യൂസ് തുടർച്ചയായിട്ട്. കുമ്പളയിലെല്ലാം നമ്മൾ ജയിച്ചത് കോയമ്പത്തൂരിനെയും ഗോവനെല്ലാം തോൽപ്പിച്ചിട്ട്. അപ്പോൾ ആ ടീം ആ ഒരു ബാച്ച് കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് വരണമെങ്കിൽ ചെയ്യേണ്ട എന്തെങ്കിലും പുറത്തുനിന്നുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ട് എടുക്കുന്നതിനായിട്ട് നമ്മളെ കുട്ടികളെല്ലാം ഒരു 5-6 മാച്ച് അവരെന്നെ കളിക്കട്ടെ. അതിൽ തോറ്റെങ്കിലും വലിയ സംഗതിയാക്കാനില്ല. ഒരു ഗ്രിപ്പ് കിട്ടിക്കഴിഞ്ഞെങ്കിൽ അതേപോലെ തന്നെ ഒരു ടീം സെറ്റപ്പ് ആവും. പിന്നെ നിങ്ങൾ മുഗാലിൻ്റെ ഒരു ഗോൾ അടിയന്തരമായിരുന്നു. പിന്നെ ഒരുപാട് നാട്ടിൽ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു താരമാണ് നിങ്ങൾ. പക്ഷെ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മുഗുരാലിലെ ഇഷ്ട കളിക്കാരനാണ്? അബ്ബാസ് തന്നെ. അയാള് ബാക്കിൽ എനിക്ക് കാലിദോ അബ്ബാസ് 2 ചോയ്സ് ഉണ്ട്. എങ്കിലും കുറച്ച് ഞാൻ പിന്നെയും മാർക്ക് കൂടുതൽ അബ്ബാസ് തന്നെ. കാരണം അബ്ബാസ് ഫൗള് വെക്കുന്നതും ബ്ലോക്ക് ചെയ്യുന്നതും എല്ലാം ഒരു അതിൻ്റെ സ്റ്റൈലേ വേറെ. പിന്നെ എൻ്റെ ഇളയപ്പാൻ ഒബ്വിയസ്ലി മുബാർക്ക് ഷാ ബെസ്റ്റ് പ്ലെയർ ഇളയപ്പാവും. പലതരം പഴങ്ങളുണ്ട്. നമ്മൾ കേരളീയ അത് എത്ര ഈ പഴത്തിന് എത്ര വരെ? 20. ഇത് 22. ഇത് എന്താ ഇത്ര വില കൂടുതൽ? ഇപ്പൊ ഈ ഓണത്തിന്റെ ഇതായല്ലേ, നമ്മള് മൂസന്റെ ഇവിടെ വില കുറവുണ്ടല്ലോ. അത് ഞങ്ങൾ ഹോൾസെയിലിൽ കൊണ്ടുതന്നെ കൊണ്ട് അത് കുറച്ച് കൂടിയത് വില. എന്നാലും വില കുറച്ച് കുറക്കാൻ പറ്റില്ല. ഇല്ല, അത്രയും കുറക്കാൻ പറ്റില്ല. ഇത് സെൻട്രൽ ഗവൺമെന്റ് ഇല്ല, സ്റ്റേറ്റിന്റെ അല്ലേ? അല്ല, ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാൻ ഇല്ലെങ്കിൽ പോകും. കാലിയൊക്കെ സ്ഥലം